തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജ്ജസ്വലമായി മുന്നോട്ട് നീങ്ങുന്നു. പത്രികാ സമർപ്പണത്തിലേക്ക് സ്ഥാനാർത്ഥികൾ കടക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ നമുക്കൊപ്പം കോഴിക്കോട്ടെ NDA സ്ഥാനാർത്ഥി ശ്രീ MT രമേശ് ഉണ്ട്. എങ്ങനെ പോകുന്നു? പത്രികാ സമർപ്പണത്തിലേക്ക് നീങ്ങുന്നു. വളരെ ദിവസങ്ങൾ ഇപ്പോൾ ജനങ്ങളുമായി നേരിട്ട് ആശയവിനിമയത്തിന് ലഭിച്ചു അല്ലേ? അത് തെരഞ്ഞെടുപ്പിന്റെ നേരിട്ടുള്ള പ്രവർത്തനത്തിലേക്ക് കടക്കുകയാണ്. ഞാൻ 3-ാം തീയതിയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത്. ഇപ്പോൾ 2 വട്ടം പാർലമെന്റ് മണ്ഡലത്തിലെ എല്ലാ ഭാഗത്തും കവർ ചെയ്തു. ഇനി 3-ാം ഘട്ട പര്യടനം ആരംഭിക്കുകയാണ്. ഇപ്പം ചെയ്യുന്നത് നമ്മുടെ മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട എല്ലാ ടൗണുകളിലും കവലകളിലും ജനങ്ങളോട് നേരിട്ട് വോട്ട് ചോദിക്കുന്ന ഒരു പ്രവർത്തനമാണ് ഇപ്പം നടക്കുന്നത്. അത് ജനങ്ങളെ നേരിട്ട് കാണാൻ സാധിക്കുന്ന ഒരു സന്ദർഭമാണ്. സാധാരണ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ എല്ലാ വോട്ടർമാരെയും നേരിട്ട് കാണാൻ ബുദ്ധിമുട്ടാണ്, എല്ലാ വീടുകളും കയറാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് വൈകുന്നേരങ്ങളിൽ ടൗണുകളിൽ ഇറങ്ങി ആളുകളെ മുഴുവൻ നേരിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അങ്ങനെ കാണുന്ന സമയത്തുണ്ടാകുന്ന ഒരു പോസിറ്റീവായിട്ടുള്ള അനുഭവം, ജനങ്ങളുടെ മനസ്സിൽ നരേന്ദ്രമോദിയോടുള്ള താല്പര്യം അവർ പരസ്യമായി പ്രകടിപ്പിക്കുന്നു. നേരത്തെയൊന്നും അങ്ങനെ പരസ്യമായി പ്രകടിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാകാറില്ല. ഇപ്രാവശ്യം ചോദിക്കുന്ന എല്ലാവരും ഞങ്ങൾ നരേന്ദ്രമോദിക്ക് ഒരു വോട്ട് ചെയ്യാൻ തയ്യാറാണ് എന്ന് പറയുന്നുണ്ട്. അത് BJPയെ സംബന്ധിച്ചിടത്തോളം, ദേശീയ ജനാധിപത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രയോജനകരമാണ്. ആ നരേന്ദ്രമോദിക്ക് വോട്ട് ചെയ്യുന്ന ജനവിഭാഗങ്ങളുടെ പിന്തുണയോടുകൂടി കോഴിക്കോട്ട് ജയിക്കാൻ സാധിക്കുമെന്നുള്ള ആത്മവിശ്വാസം ഈ പ്രചരണത്തിന്റെ 2 ഘട്ടം പൂർത്തിയാക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിലുണ്ട്. ഈ മലബാറിൽ 4 ഇടങ്ങളിൽ റാലി, ഒപ്പം തിരുവനന്തപുരത്ത് ബഹുജന റാലി, തെക്കൻ കേരളത്തിൽ ഒരു സ്ഥലത്ത് റാലി, അതിനുശേഷം മണ്ഡലങ്ങളിലെല്ലാം, നിയോജകമണ്ഡലങ്ങളിലെല്ലാം നൈറ്റ് മാർച്ചുകൾ, പ്രചാരണ പരിപാടികൾ തന്നെ ഈ CA പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട് മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു. 2 മുന്നണികളും എന്ത് ഓളമാണ് സൃഷ്ടിക്കുക? വലിയ പങ്കാളിത്തം ഉണ്ടെന്നാണ് അവർ അവകാശപ്പെടുന്നത്. ഓരോ ഓളവും ഉണ്ടാക്കില്ല. അവർക്കത് വലിയ തിരിച്ചടിയാവുകയാണ്. കാരണം പൗരത്വ നിയമത്തിന്റെ പേരിൽ എന്താണ് അവർ പറയുന്നത്? മുഖ്യമന്ത്രി ആദ്യം പറഞ്ഞു പൗരത്വ നിയമം കേരളത്തിൽ നടപ്പിലാക്കില്ല. മുഖ്യമന്ത്രിയെ തിരുത്തിയത് CPMന്റെ സെക്രട്ടറിയാണ്. CPMന്റെ സെക്രട്ടറി സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടല്ലോ. അദ്ദേഹം പറഞ്ഞത് ഇത് കേന്ദ്ര നിയമമാണ്, കേരളത്തിലൊന്നും ചെയ്യാൻ സാധിക്കില്ല, നടപ്പാക്കാതിരിക്കാനൊന്നും കേരളത്തിന് സാധിക്കില്ല. അതൊരു വസ്തുതയാണ്, അതാണ് സത്യം. കേന്ദ്ര ഗവൺമെന്റ് പാസ്സാക്കിയ ഒരു നിയമം കേരളത്തിൽ നടപ്പിലാക്കില്ല എന്നെങ്ങനെ പറയുക? കേരളം പ്രത്യേക രാജ്യമൊന്നുമില്ല. പിന്നെ കേരളം ഇത് നടപ്പിലാക്കുമോ ഇല്ലയോ എന്നുള്ളതിനെ പ്രസക്തിയില്ല. കാരണം കേരളത്തിൽ ആരും പൗരത്വത്തിന് വേണ്ടി അപേക്ഷിച്ചിട്ടില്ല. ആകെ രാജ്യത്ത് പൗരത്വത്തിന് വേണ്ടി അപേക്ഷിച്ചത് ഒരു 10,000-ന് താഴെയുള്ള ആളുകളാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ CPMനോടും കോൺഗ്രസിനോടും ഡയറക്റ്റ് ചോദിക്കുന്നത്. ഇതിലൊരു 5,000 ഹിന്ദുക്കളും ഒരു 2,000-ഓളം ക്രിസ്ത്യാനികളുമുണ്ട്. ബാക്കി പാർസികളും ബൗദ്ധരും ജൈനരുമായിട്ട് കുറച്ച് പേര്. ഇവർക്ക് ഇന്ത്യൻ പൗരത്വം കൊടുക്കുന്നതാണോ CPMന്റെ പ്രശ്നം, കോൺഗ്രസിന്റെയും പ്രശ്നം? അങ്ങനെയാണെങ്കിൽ പറയണം. പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഇവിടേക്ക് വന്നിട്ടുള്ള ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും പൗരത്വം കൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല, ഞങ്ങൾ സമ്മതിക്കില്ല എന്നവർ ഓപ്പണായിട്ട് പറയട്ടെ. അത് ഡിബേറ്റ് ചെയ്യപ്പെടട്ടെ, അതിന്റെ കാരണം ഡിബേറ്റ് ചെയ്യപ്പെടട്ടെ. അല്ലാതെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുള്ളൂ. ഇതുകൊണ്ട് ഇന്ത്യയിലെ ഏത് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്കാണ് ഈ നിയമം കൊണ്ട് പൗരത്വം നിഷേധിക്കപ്പെടുന്നത്. ആ നിയമം വായിച്ചിട്ടുള്ള ഏതൊരാൾക്കും അറിയുന്നൊരു കാര്യം CPMനും കോൺഗ്രസിനും അറിയാം. കാരണം ഈ നിയമം നമ്മുടെ രാജ്യത്തെ ബാധിക്കുന്ന നിയമം, രാജ്യത്തിലെ ഒരു പൗരനെയും ബാധിക്കുന്ന നിയമമല്ല. ഈ നിയമം ആകെയുള്ളത് 3 രാജ്യങ്ങളിൽ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ. ഈ 3 രാജ്യങ്ങളിൽ ചരിത്രപരമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് അവിടെ പ്രോസിക്യൂഷന് വിധേയമാകുന്ന, മതവിവേചനത്തിനും മതപീഡനത്തിനും വിധേയമാകുന്ന അവിടുത്തെ ന്യൂനപക്ഷങ്ങൾ, ആ ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഇന്ത്യയിൽ അഭയാർത്ഥികളായി വന്നിട്ടുണ്ട്. അവർക്ക് പൗരത്വം കൊടുക്കണമെന്ന് നേരത്തെ തന്നെ കേന്ദ്ര പാർലമെന്റിൽ BJP ഗവൺമെന്റ് അല്ലാത്ത സമയത്ത് UPA ഗവൺമെന്റ് സമയത്ത് തന്നെ സ്വകാര്യ ബില്ല് വന്നിട്ടുള്ളതാണ്, ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. അവർക്ക് പൗരത്വം കൊടുക്കണമെന്ന് ദീർഘകാലമായിട്ടുള്ള ആവശ്യമാണ്. ആ ആവശ്യം അംഗീകരിച്ചുകൊണ്ടാണ് നിയമം ഉണ്ടാക്കിയത്. CPMും കോൺഗ്രസും പറയട്ടെ, ഈ നിയമം നടപ്പിലാക്കുമ്പോൾ ഇന്ത്യയിലെ ആർക്കാണ് പൗരത്വം നിഷേധിക്കപ്പെടുന്നത്? ഇത് പറയണമല്ലോ. ഇത് പറയാതെ വെറുതെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പ്രചരണം നടത്തുകയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ആദ്യം പറഞ്ഞത്, ഇത് CPMനും കോൺഗ്രസിനും വലിയ തിരിച്ചടിയാകാൻ വേണ്ടി പോവുകയാണ്. കേരളത്തിലെ മുസ്ലിം സമൂഹം തിരിച്ചറിയും. കാരണം അവരെ വഞ്ചിക്കുകയാണ് ഇവർ, അവരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവരെ പ്രകോപിതരാക്കി, അവരെ തെളിവിറക്കി, അവരെ വോട്ട് തട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്ന് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പേ തന്നെ ബോധ്യമാകും. കാരണം പൗരത്വ നിയമ ഭേദഗതി അനുസരിച്ചുള്ള പുതിയ പൗരത്വത്തിന്റെ അപേക്ഷാ ഫോം സ്വീകരിക്കുന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തു, ആളുകൾ അപേക്ഷിക്കുന്നു, ആളുകൾക്ക് പൗരത്വം കിട്ടാൻ വേണ്ടി പോകുന്നു. ആ പ്രോസസ്സ് മുമ്പോട്ട് പോകുമ്പോൾ മുസ്ലിം സുഹൃത്തുക്കൾക്ക് മനസ്സിലാകും ഇനി ഞങ്ങളെ ആരെയും ബാധിക്കുന്നല്ല, ഞങ്ങളെ പറഞ്ഞു പറ്റിക്കുകയാണെന്ന് അവർക്ക് ബോധ്യമാകും. അതുകൊണ്ട് CPMനും കോൺഗ്രസിനും വലിയ തിരിച്ചടിയാണ്. BJP പറഞ്ഞതാണ് ശരിയെന്ന് മുസ്ലിം സമൂഹം ഈ തെരഞ്ഞെടുപ്പിന് മുമ്പേ തന്നെ അവർക്ക് തിരിച്ചറിവുണ്ടാകും. അതിന്റെ തിരിച്ചടി ഉണ്ടാകാൻ വേണ്ടി പോകുന്നത് CPMനും കോൺഗ്രസിനുമാണ്. ഈ എൻഫോഴ്സ്മെന്റ് ഡിപ്പാർട്ട്മെന്റിനെ എളമരം കരീം പറയുന്നത് BJPയുടെ ഇലക്ഷൻ ഡിപ്പാർട്ട്മെന്റ് എന്നാണ്. ഷിബു സോറനെ അറസ്റ്റ് ചെയ്തു, അരവിന്ദ് കെജ്രിവാളിനെ ചെയ്തു. അടുത്ത ലക്ഷ്യം പിണറായി വിജയനാണോ? പേടി കൊണ്ടാണ്.
അടുത്ത ലക്ഷ്യം പിണറായി വിജയനാണ് എന്ന് എളമരം കരീമിന് സംശയമുണ്ടെങ്കിൽ അത് പിണറായി വിജയൻ അഴിമതിക്കാരനാണെന്ന് എളമരം കരീമിന് ബോധ്യമുള്ളതുകൊണ്ടാണ്. കാരണം അവരൊക്കെ ചങ്ങായികളാണല്ലോ. പിണറായി വിജയന്റെ അഴിമതിയെക്കുറിച്ച് ഏറ്റവും നല്ല ബോധ്യമുണ്ടാവുക എളമരം കരീമാണ്. കാരണം അവർ ഒരുമിച്ചാണ് എല്ലാ കാര്യങ്ങളും പണ്ട് മുതലേ ചെയ്തിട്ടുള്ളത്. ഇപ്പം മരുമകൻ അധികാരത്തിന് സ്ഥാനത്തായതുകൊണ്ടാണ് എളമരം കരീം പഴയതുപോലെയുള്ള ഇതില്ലാത്തത്. നേരത്തെ ഇവരെല്ലാവരും ഒറ്റക്കെട്ടായിരുന്നു. അഴിമതി കാണിച്ചവർ മാത്രമേ ഭയപ്പെടേണ്ടതുള്ളൂ. ഇന്ത്യയിൽ ഒരുപാട് പ്രതിപക്ഷ നേതാക്കന്മാരുണ്ടല്ലോ, അവരെയൊന്നും ED പിന്നാലെ പോകുന്നില്ലല്ലോ. അപ്പോൾ അഴിമതി കാണിച്ചവർ ഭയപ്പെടണം. ഇവർ കോടതിയിൽ പോയിട്ടെന്തായി? ഇപ്പം അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനെതിരായിട്ട് കോടതിയിൽ പോയിട്ടെന്തായി? കോടതി അദ്ദേഹത്തിന് ഇടക്കാല ജാമ്യം പോലും കൊടുക്കുന്നില്ലല്ലോ. അപ്പോൾ ED സമർപ്പിച്ചിട്ടുള്ള കുറ്റപത്രത്തിൽ പറഞ്ഞിട്ടുള്ള തെളിവുകൾ അത് വസ്തുതാപരമാണെന്ന് കോടതിക്ക് ബോധ്യമായതുകൊണ്ടല്ലാണല്ലോ പറയുന്നത്. അപ്പോൾ ED അന്വേഷണം ഉണ്ടാകും. ആ അന്വേഷണത്തിന് പിറകിൽ കൃത്യമായ തെളിവുകൾ സമാഹരിക്കും. തെളിവുകൾ സമാഹരിച്ചാൽ ആളുകൾ അറസ്റ്റ് ചെയ്യും. മടിയിൽ കനമുള്ളവൻ മാത്രം പേടിച്ചാൽ മതി. പിണറായി വിജയൻ എന്തിനാ പേടിക്കുന്നത്? പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞത് എന്റെ കൈ ശുദ്ധമാണെന്നല്ലോ. കൈ ശുദ്ധമായിട്ടുള്ള ആളുകൾ ഭയപ്പെടേണ്ടല്ല. കൈ ശുദ്ധമല്ല എന്നുള്ളത് കൊണ്ടാണ് ഭയപ്പെടുന്നത്. മകനും മരുമകളും മരുമകനും ചേർന്ന് ഉണ്ടാക്കിയ കോടിക്കണക്കിന് രൂപയുടെ സമ്പാദ്യം ED അന്വേഷണത്തിൽ വെളിപ്പെടും. ആ അന്വേഷണം പിണറായി വിജയനിലേക്ക് എത്തുമെന്നുള്ളതാണ്. അതിൽ ഭയപ്പെട്ടിട്ട് കാര്യമില്ല. സത്യം എന്നായാലും പുറത്തു വരും. അല്ല, ക്ലിഫ് ഹൗസിലേക്ക് എത്തും ED. പിണറായി വിജയൻ അഴിമതി കാണിച്ചതിലേക്ക് എത്തും. അത് ഞങ്ങൾക്ക് പറയാൻ സാധിക്കില്ല. ED ആണല്ലോ പറയേണ്ടത്. ED അന്വേഷിക്കുകയാണ്. ED BJP പറയുന്നതനുസരിച്ച് അന്വേഷിക്കുന്ന ഏജൻസിയല്ല. ED സ്വതന്ത്രമായിട്ടുള്ള ഏജൻസിയാണ്. EDയുടെ അന്വേഷണം എന്ന് പറയുന്നത് പലപ്പോഴും സുപ്രീം കോടതിയുടെ മോണിറ്ററിംഗിന് വിധേയമാണ്. EDയുടെ അന്വേഷണ പരിധിയും അവരുടെ വകുപ്പുകളും ദുർബലമാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവരെല്ലാവരും സുപ്രീം കോടതിയിൽ പോയതാണല്ലോ. സുപ്രീം കോടതി അത് കേൾക്കാൻ തയ്യാറല്ലല്ലോ. സുപ്രീം കോടതി പറഞ്ഞല്ലോ EDയുടെ അന്വേഷണം സുതാര്യമാണ്. കാരണം ED തെളിവുകൾ മുഴുവൻ സമാഹരിച്ചതിന് ശേഷം മാത്രം പ്രതികളെ ചോദ്യം ചെയ്യുന്ന ഏജൻസിയാണ്. നമ്മുടെ ലോക്കൽ അന്വേഷണം പോലെയല്ല. ലോക്കൽ അന്വേഷണം എന്ന് പറഞ്ഞാൽ പ്രതിയെ ചോദ്യം ചെയ്തതിനു ശേഷം തെളിവുണ്ടാവുകയാണ്. EDയുടെ അന്വേഷണം എന്ന് പറയുന്നത് തെളിവുകൾ മുഴുവൻ സമാഹരിച്ച്, അത് ഡിജിറ്റൽ തെളിവുകൾ സമാഹരിച്ച്, ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പ്രതികളെ ചോദ്യം ചെയ്യും, അറസ്റ്റ് ചെയ്യുകയുമാണ്. വീണ വിജയന്റെ കേസിലും അതാണ് സംഭവിക്കുന്നത്. ആ കേസിൽ പിണറായി വിജയൻ ഇൻവോൾവ്മെന്റ് ഉണ്ടെങ്കിൽ സ്വാഭാവികമായും ക്ലിഫ് ഹൗസിലേക്കും ED എത്തും. ഐസക് പറയുന്നത് പോയി പണി നോക്കൂ, മൂക്കിൽ കയറ്റി വലിക്കാനൊന്നും ED പോകുന്നില്ലല്ലോ എന്നാണ് അദ്ദേഹം പറയുന്നത്. സൗകര്യമല്ല മുന്നിലോട്ട് പോകാനെന്നാണ്. അല്ല, ആയിക്കോട്ടെ, ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല. കാരണം ഇത് തന്നെയാണ് കെജ്രിവാൾ പറഞ്ഞത്. സെപ്റ്റംബർ മാസം മുതൽ കെജ്രിവാളിന് സമൻസ് അയച്ചിട്ട് ഇന്ന് തോമസ് ഐസക് പറഞ്ഞ അതേ വാചകമാണ് കെജ്രിവാൾ പറഞ്ഞത്. അവസാനം ആരാണ് മൂക്കിൽ കയറിയെന്നറിയാലോ. അപ്പോൾ തോമസ് ഐസക് അത് അനുഭവിച്ചോട്ടെ. ഈ രാജ്യത്തിലൊരു പൗരനാണെങ്കിൽ നിയമത്തിന് വിധേയമാവണം. ED എന്ന് പറയുന്നത് ഒരു അന്വേഷണ ഏജൻസിയാണ്. ED സമൻസ് അയച്ചാൽ ആ സമൻസ് കൈപ്പറ്റി EDക്ക് മുമ്പിൽ പോയിരിക്കണം. അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണം. എന്തിനാ ഭയപ്പെടുന്നത്? ഒന്നും ഒളിക്കാനും മറക്കാനും ഇല്ലെങ്കിൽ ഇവരൊക്കെ എന്തിനാ ഭയപ്പെടുന്നത്? അന്വേഷണ ഏജൻസിയെയും ചോദ്യം ചെയ്യലെയും ഭയപ്പെടുന്നത് കയ്യിൽ ഒളിക്കാനുള്ളത് കൊണ്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ കോൺസിക്വൻസ് നേരിടും. നാളെ തോമസ് ഐസക്കിനെതിരായിട്ട് നിയമ നടപടി സ്വീകരിച്ചു കഴിഞ്ഞാൽ അപ്പം പിന്നെ വാവിട്ട് നിലവിളിച്ചിട്ട് കാര്യമൊന്നുമില്ല. അതുകൊണ്ട് സമൻസ് കൈപ്പറ്റണം, പോകണം. അതാണ് തോമസ് ഐസക് ചെയ്യേണ്ടത്. എന്തായാലും അഴിമതിക്കാരാണെങ്കിൽ മാത്രം ഈ കേന്ദ്ര ഏജൻസികളെ ഭയപ്പെട്ടാൽ മതി. കുറ്റം ചെയ്തെങ്കിൽ അല്ലെങ്കിൽ അഴിമതി കാട്ടിയെങ്കിൽ തോമസ് ഐസക്കിനെ ആയാലും പിണറായി വിജയനെ ആയാലും ED ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും എന്നാണ് അദ്ദേഹം പറയുന്നത്.